ഉച്ചയ്ക്ക് ഇപ്പോൾ ചോറ് കഴിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ രാത്രിയിൽ എന്തോ ഉണ്ടാക്കുമെന്നുള്ള ഭയങ്കരമായ ടെൻഷനാണ്. അപ്പോൾ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ തന്നെ മോളെ ട്യൂഷനിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു, അക്ഷരം പഠിക്കാൻ വിടുന്നുണ്ട്. അപ്പോൾ അവളെ വിട്ടതിന് ശേഷം വന്നിട്ട് ചപ്പാത്തിയും മുട്ടക്കറി ആക്കാമെന്നാണ് വിചാരിച്ചത്. കുറച്ച് ആട്ടമാവ് ഇരിപ്പുണ്ടായിരുന്നു, ഞാനത് പെട്ടെന്നൊന്ന് കിണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് എളുപ്പമാണ് അതൊന്ന് കുഴച്ച് കിട്ടാനും പരത്തി കിട്ടാനും. പിന്നെ ഒന്ന് ചൂട് കണ്ടാൽ മതി, നന്നായിട്ട് പൊങ്ങി വന്നിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ മെയിൻ താരമായിട്ട് ചോപ്പറിനകത്ത് വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിന്ന് മുട്ടക്കറി ഒരു പ്രത്യേക രീതി തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നു. കുറേ നാൾ ഈ റീൽസിനകത്തൊക്കെ കണ്ടൊരു മുട്ടക്കറിയാണ് ഇത്. ഇതുവരെ ഒന്ന് പരീക്ഷിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇന്ന് ഞാനതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇഡലി തട്ടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചാണ്. പക്ഷേ ഇതിനകത്ത് എനിക്കൊരു മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇടണമായിരുന്നു. അതുമാത്രമല്ല ഫ്ലെയിം ലോയിൽ വെക്കണമായിരുന്നു. ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ വെള്ളം തിളച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് വന്ന ആ ഒരു സീനുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ദാണ്ട് ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് നമ്മൾ വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദാണ്ട് ആറി വന്നിട്ടുണ്ടായിരുന്ന കിണ്ടി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഒന്ന് അയക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് ഞാനത് ഉള്ളിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ദാണ്ട് ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തിയുടെ മാവ് ഒന്ന് ഉരുളകളായിട്ടെടുത്ത് കറക്റ്റ് എനിക്കിതൊരു 10 കിട്ടും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇവിടെ ഉള്ളൂ. അപ്പോൾ ദാണ്ട് അതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ചുടുന്നത് രാത്രിയിലാണ്, കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ്. അപ്പോൾ ചൂടോടങ്ങ് കഴിക്കാമല്ലോ. അപ്പോൾ ദാണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. മസാല ഇടുന്ന വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ദാണ്ട് ഇതേപോലെ വന്നേ, കുറച്ച് ഫ്ലെയിം കുറച്ചിട്ടായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് വന്നേനെ. പിന്നെ ദാണ്ട് അതങ്ങോട്ട് എടുത്തിരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ. സബ്സ്ക്രൈബ്